ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ ഇന്ന് നമ്മളൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്ലെയറിന് ആവശ്യമായ സ്കില്ല് നമുക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് കൊടുക്കാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പറയട്ടെ, ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90% ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ റീസെന്റ് ഞാൻ എന്റെ ഫ്രണ്ട് ആയിട്ട് ഒരു ഓൺലൈൻ മാച്ചിങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്ക് ഇപ്പോഴും ഒരു പ്ലെയറിന് കറക്റ്റ് ആയിട്ട് സ്കില്ല് കൊടുക്കാൻ ഇപ്പോഴും അറിയില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോഴും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാത്ത ഒരുപാടധികം യൂസേഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ബിഗിനർ ഫ്രണ്ട്ലി ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സോ ആദ്യം നിങ്ങൾ ജസ്റ്റ് കുറച്ച് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യണം. ജസ്റ്റ് നിങ്ങൾ കോൺട്രാക്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് പ്ലേയേഴ്സിനെ കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ GP കുറഞ്ഞ കുറച്ച് പ്ലേസിങ്ങളൊക്കെ സൈൻ ചെയ്ത് വെക്കുക. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പ്ലേസിനെ കാണാൻ പറ്റും. ഇവരൊക്കെ ജസ്റ്റ് കുറച്ച് GP കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ജസ്റ്റ് ആ പ്ലെയറിനെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ ഒരു പ്ലെയറിന് യാതൊരു വിധത്തിലുള്ള സ്കില്ലും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താം. ഇപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു പ്ലെയർ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലെയറിന് യാതൊരു വിധ സ്കില്ലും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു 5-6 പ്ലേയേഴ്സിനെ നിങ്ങൾ സൈൻ ചെയ്ത് വെക്കാം നിങ്ങളുടെ സ്ക്വാഡിലേക്ക്. സോ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് സൈൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു കുറച്ച് പ്ലേയേഴ്സിനെ നിങ്ങൾ സൈൻ ചെയ്ത് വെക്കാം. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ ഇവിടെ ഒരു 3 ബേസ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ജസ്റ്റ് നോർമലായിട്ട് സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നത് പോലെ ഈ ഒരു പ്ലേയേഴ്സിന് നിങ്ങൾ സ്കിൽ ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ സ്കിൽ ടോക്കും കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്കില്ലിങ്ങുകളൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇവിടെ ഒരു സ്കില്ലിങ്ങുകളൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്ലെയർ നമുക്കിവിടെ ഒരു സ്കില്ലിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഔട്ട് സൈഡ് കയറുന്ന സ്കില്ലാണ് ഈ ഒരു പ്ലെയറിന് കിട്ടിയേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലെയറിന് ഏത് സ്കില്ലാണോ വേണ്ട ആ ഒരു സ്കില്ല് കിട്ടുന്നത് വരെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കുറച്ച് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുക, എന്നിട്ട് ഈ ഒരു സെയിം പ്രോസസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായ സ്കില്ലിങ്ങുകളൊക്കെ ഏതെങ്കിലും ഒരു പ്ലെയർ നിങ്ങൾക്ക് കിട്ടും. സോ അതിനുശേഷം നമുക്ക് ഏതൊരു പ്ലെയറിനാണോ ആ ഒരു സ്കില്ല് കൊടുക്കേണ്ടത് അതെങ്ങനെയാണ് നോക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ജസ്റ്റ് ഗെയിം പ്ലാൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഏത് പ്ലെയറിനാണോ നിങ്ങൾക്ക് സ്കില്ലിങ്ങുകളൊക്കെ കൊടുക്കേണ്ടത്, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു നെയ്മറിനാണ് നമ്മൾ സ്കില്ല് കൊടുക്കണമെങ്കിൽ നെയ്മറിനെ ടാപ്പ് ചെയ്തതിനു ശേഷം ഈ അടിയിൽ നിങ്ങൾക്ക് ഇവിടെ ലെഗസി ട്രാൻസ്ഫർ എന്നൊരു, സോ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്താൽ സോ നിങ്ങൾ ഇങ്ങനെ ഇന്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആഡ് സ്കില്ല് ഉണ്ടാവും. സോ ഇതിൽ നിങ്ങൾക്ക് ഏത് സ്കില്ലാണ് ആ ഒരു പ്ലെയറിന് ആവശ്യം. ഇപ്പൊ ഈ ഒരു പ്ലെയറിന് ഇപ്പൊ നമുക്കിപ്പോ ജസ്റ്റ് നോക്കുകയാണ്, നമുക്ക് ഈ ഒരു ഡിപ്പിംഗ് ഷോട്ട് എന്നുള്ള സ്കില്ലാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഡിപ്പിംഗ് ഷോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡൺ കൊടുക്കുക. ഓക്കെ ഓക്കെ, അങ്ങനെ ഡൺ കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരത്തെ ആ ഒരു സൈൻ ചെയ്ത പ്ലേസിൽ ഇവിടെ ഇങ്ങനെ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലെയർ നമുക്ക് ഇവിടെ അവൈലബിൾ കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു പ്ലെയർ നോക്കുമ്പോൾ ഈ ഒരു പ്ലെയറിന് ആ ഒരു സ്കില്ല് ഉണ്ട്, ഡിപ്പിംഗ് ഷോ എന്ന സ്കില്ല് ഉണ്ട്. സോ അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കൺഫേം എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് കാണാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ നെയ്മർ ചെയ്യാതെ നമ്മൾ ടിപ്പിംഗ് ഷോർ എന്ന സ്കില്ല് ആഡ് ചെയ്യാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ട്രാൻസ്ഫർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നെയ്മർ ചെയ്യാറിന് നിങ്ങൾ ആവശ്യമായ സ്കില്ല് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമുക്കൊരു പ്ലെയറിന് കറക്റ്റ് ആയിട്ട് സ്കില്ല് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതൊരു പ്ലെയർ ആണോ ആ ഒരു പ്ലെയറിന് ഏതൊരു സ്കില്ല് വേണോ അത് നിങ്ങൾക്ക് ഇതേപോലെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾ വെറുതെ ആ ഒരു പ്ലെയറിന് റാൻഡം ആയിട്ട് സ്കിൽ ട്രെയിനിങ് കൊടുത്ത് അലമ്പാക്കാതെ നിങ്ങൾക്ക് ഒരു പ്ലെയറിന് ആവശ്യമായ സ്കില്ല് നിങ്ങൾക്ക് ഇതേപോലെ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെട്ടിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.